വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു 1 ഇയറിൽ കൂടെയാണ് നമ്മൾ പാസ് ഓൺ ചെയ്ത് പോയത് അല്ലേ. ഏതാണ്ട് ഒരു 6 മാസം മാർക്കറ്റ് നന്നായിട്ട് നമ്മളെ ബ്ലെസ് ചെയ്യും, പിന്നെ ഒരു 6 മാസം ഭയങ്കരമായിട്ട് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുകയും ചെയ്ത ഒരു 2024-2025 ഫിനാൻഷ്യൽ ഇയർ ഇത് ലാസ്റ്റ് ട്രേഡിംഗ് ഡേ നമ്മൾ കാണുന്നു. അത് കഴിഞ്ഞിപ്പോൾ പുതിയ ഫിനാൻഷ്യൽ ഇയറിലേക്ക് മാറുന്നു. തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്നും ഗ്ലോബൽ ഇക്വിറ്റി മാർക്കറ്റിൽ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി തന്നിട്ടുള്ള മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ് എന്നുള്ള കാര്യം. ആ ഒരു സ്റ്റേറ്റസ് ഒരിക്കലും നഷ്ടപ്പെടാൻ പോകുന്നില്ല. വേൾഡിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി ആയിട്ട് ഇന്ത്യ എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. അതേപോലെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ റിട്ടേൺ തരാൻ പോസിബിലിറ്റി ഉള്ള അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഉള്ള മാർക്കറ്റായിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റായ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും സെൻസെക്സും BSE സെൻസെക്സും നിലനിൽക്കുക തന്നെ ചെയ്യും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ജാസ്മിൻ, ഇപ്പോൾ നമ്മൾ എല്ലാവരും ശ്രമിക്കുന്ന ഇപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് നമ്മളെല്ലാവരും സംസാരിക്കുന്നത് എന്താ, ഇത് ബോട്ടമായോ, ഇവിടുന്ന് ഇനി കറക്റ്റ് ചെയ്യോ, ഇവിടുന്ന് റീട്രേസ് ചെയ്യോ എന്നൊക്കെ. എപ്പോഴും നമ്മൾ ഇതിനകത്ത് മാർക്കറ്റിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് എടുക്കാൻ. നമ്മളൊരു നെഗറ്റീവ് മാർക്കറ്റിൽ ആലോചിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. ഒരു മണി സേവ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൊസിഷൻസ് ക്യാഷിലേക്ക് പോവാന്ന് പറഞ്ഞാൽ ഒരു തെറ്റൊന്നുമല്ല. മാർക്കറ്റിൽ നമ്മൾ മുകളിലേക്ക് മാത്രം, അതായത് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് മാത്രമേ നമുക്ക് പ്രോഫിറ്റബിൾ ആവുള്ളൂ എന്നില്ല. മാർക്കറ്റിന്റെ സ്വഭാവം തന്നെ അങ്ങനെയാണ്. അതായത് ഇത് കയറ്റവും ഇറക്കവും ഒക്കെ മാർക്കറ്റിന്റെ ഒരു ഭാഗം തന്നെയാണ്. കയറ്റത്തിൽ മാക്സിമം പൈസ ഉണ്ടാക്കിയിട്ട് ഇറക്കത്തിൽ മാക്സിമം പൈസ പോവാതിരിക്കാനുള്ള പരിപാടികൾ നോക്കാനാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനത്തെ സ്റ്റോക്കുകളിൽ കയറുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്യാഷിലേക്ക് മാറുക. ഇപ്പൊ തന്നെ ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഈ മാർക്കറ്റിൽ എല്ലാ സ്റ്റോക്സും കറക്റ്റഡ് അല്ല. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഏതാണ്ട് സെപ്റ്റംബർ ഒക്ടോബർ 2024 മുതൽ 2025 മാർച്ച് അവസാനിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് 14% കറക്റ്റ് ചെയ്തു, 12% കറക്റ്റ് ചെയ്തു, 10% കറക്റ്റ് ചെയ്തു. മാർക്കറ്റിൽ താഴോട്ട് വരിക എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവായിട്ട് ഇൻവെസ്റ്റേഴ്സ് അതിനെ കണക്കാക്കാൻ പാടില്ല, പ്രേക്ഷകർ അതിനെ കാണാൻ പാടില്ല. ആ സമയത്ത് ഏർണിംഗ് പൊട്ടൻഷ്യലുള്ള കമ്പനിയിലേക്കാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബെനിഫിഷ്യൽ ആയിട്ട് വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഞാൻ തന്നെ ഇപ്പോൾ നമ്മുടെ റിസർച്ച് ബുക്കിൽ നമ്മൾ എഴുതി വെക്കുന്നത് വെച്ചാൽ, November 4, 2024 550 രൂപയായിരുന്നു ജൂബിലന്റ് ഫുഡ് വർക്ക്സ്. ജൂബിലന്റ് ഫുഡ് വർക്ക്സ് എന്ന് പറയുന്ന കമ്പനി നമുക്കറിയാം ഡൊമിനോസ് പിസ്സയുടെ ഫ്രാഞ്ചൈസി ഹോൾഡർ ആണ് അവർ. അതുകൂടാതെ പോപ്പൈ എന്ന് പറഞ്ഞ ഫ്രൈഡ് ചിക്കന്റെ ഫ്രാഞ്ചൈസി ഉണ്ട്. അതുകൂടെ ഡൺകിൻ ഡോണറ്റ്സ് കൂടെ അവർക്ക് ഒരു ഫ്രാഞ്ചൈസി ആയിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഈ ക്യൂബ് ഡെലിവറി ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു കമ്പനിയാണ് ഡൊമിനോസ് പിസ്സ ജൂബിലന്റ് ഫുഡ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ. അതായത് 1/2 മണിക്കൂറിനുള്ളിൽ പിസ്സ നിങ്ങൾക്ക് ഡെലിവറി ചെയ്തെന്നില്ലെങ്കിൽ ഞങ്ങൾ ആ പിസ്സ ഫ്രീ ആയിട്ട് തരും എന്ന് പറഞ്ഞാണ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 2008-2009 കാലഘട്ടത്തിൽ തന്നെ അവർ ഈ സർവീസ് തുടങ്ങിയിട്ടുള്ള ഒരു കമ്പനിയാണ് അവർ. അതിനുശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് സൊമാറ്റോയും സ്വിഗ്ഗിയൊക്കെ ആ മേഖലയിലേക്ക് കടന്നു വന്നത്. അപ്പോൾ ആ ഡൊമിനോസിന്റെ ഗ്രോത്ത് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഇന്ത്യയിൽ നന്നായിട്ട് അറിയാം. അവർ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ അടുത്ത കാലത്ത് ഇന്നലെ വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് അവരുടെ ഔട്ട്ലെറ്റുകൾ, ഈ പിസ്സ ഔട്ട്ലെറ്റുകൾ 2000 നിന്ന് അടുത്ത 3 കൊല്ലം കൊണ്ട് 3000 ഔട്ട്ലെറ്റ് ആയിട്ട് മാറ്റാൻ പോകുന്നു എന്നുള്ള. ഞാൻ ഈ സ്റ്റോക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ബിസിനസിനെ കുറിച്ച് പറയാൻ കാരണം എന്താണെന്നറിയോ, കുറേ നാളായിട്ട് കൺസോൾട്ടേഷൻ മോഡിൽ കിടക്കുമായിരുന്നു എൻ്റെ സ്റ്റോക്ക്. ഏതാണ്ട് 5 November 2024 അതിൻ്റെ വില ഏതാണ്ട് 550 രൂപയാണ്. ഇന്ന് അതിൻ്റെ വില 650 രൂപയെന്നുള്ള. നമ്മൾ മാർക്കറ്റിൽ നിഫ്റ്റി മെയിൻ ലൈൻ ഇൻഡസസിൻ്റെയും അല്ലെങ്കിൽ സെൻസെക്സിൻ്റെ ട്രാജക്ടറി മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെയുള്ള ടെക്നിക്കൽ ലെവൽസ് നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഇത് ബോട്ടം ആണോ നോക്കുന്നു, ബോട്ടം അല്ല എന്ന് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ബോട്ടം ആണെന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെ പല പ്രക്രിയയിൽ കൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനികളെ നമ്മൾ വിട്ടുപോകുന്നു എന്നുള്ളതാണ്. നമ്മൾ എന്തിനാണ് ഈ മാർക്കറ്റ് ട്രെൻഡ് മാത്രം നോക്കിയിരിക്കുന്നത്? ഇപ്പോൾ 2025-26 ഫിനാൻഷ്യൽ ഇയറിൽ കയറാൻ നേരത്ത്, നമ്മൾ അത് മുന്നോട്ട് പോകാൻ നേരത്ത് നമ്മുടെ ഡെസ്കിൽ നിന്നും ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തും പ്രേക്ഷകരുടെ അടുത്തും നമ്മൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ വീണ്ടും പറയാറുണ്ട്, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ മുഴുവനും അല്ല മേടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ സെൻസെക്സിന്റെ ലെവലുകളോ നിഫ്റ്റിയുടെ ലെവലുകളോ ഓർത്ത് നിങ്ങൾ ഇത്രയും ആശങ്കപ്പെടേണ്ട അല്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യം പോലും ഇല്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് മാർക്കറ്റിനെ കംപ്ലീറ്റ് മേടിക്കുന്നില്ല. നമ്മൾ ആ മാർക്കറ്റിൽ ഏർണിംഗ് പൊട്ടൻഷ്യൽ ഉള്ള, അതായത് ടെക്നിക്കൽ ചാർട്ട് മാത്രം മാറ്റി വെച്ച്, ടെക്നിക്കൽ ചാർട്ടിൽ ചിലപ്പോൾ ബെയറിഷ് ആണെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ കാശ് ഉണ്ടാക്കൂല എന്നാണോ പറയുന്നത്? അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് മാത്രം സ്റ്റിക്ക് ചെയ്യാതെ ഫണ്ടമെന്റലി ഏർണിംഗ് പൊട്ടൻഷ്യൽ ഉള്ള കമ്പനികളും അതിന്റെ ഷെയറുകളും കൂടെ നോക്കുക. ഇപ്പൊ ജൂബിലന്റ് ഫുഡ് വർക്ക്സ് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ എത്രയോ കമ്പനികൾ ഉണ്ടെന്ന് അറിയൂ. ഇപ്പൊ നമുക്ക് തന്നെ ഇന്ന് ഈ ഷോയിൽ പറയാനായിട്ട് SBI കാർഡ്സ് പറയാനുണ്ട്. ഇതൊക്കെ ഏതാണ്ട് ഒരു 2 മാസം കൊണ്ട് നല്ല ഭേദപ്പെട്ട റിട്ടേൺ നിന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ അതേതാണ്ട് 52 വീക്ക് ഹൈ ആയി. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് 90 സ്റ്റോക്കുകൾ 52 വീക്ക് ഹൈ ഇതിന്റെ ഇടയിൽ അറ്റൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പം നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ കയ്യിൽ ഈ സ്റ്റോക്കുകൾ വന്നില്ല? നമ്മൾ കൂടുതൽ സമയങ്ങളും ടെക്നിക്കൽ അനാലിസിസ് മാത്രം ചെയ്ത് നിഫ്റ്റി
നിഫ്റ്റിയുടെ ലെവലുകൾ പഠിച്ച് മാത്രം പോയോ, അല്ലെങ്കിൽ സെൻസെക്സിന്റെ ലെവലുകളും ബാങ്ക് നിഫ്റ്റിയുടെ ലെവലുകളും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലെ ട്രേഡ് ഡേറ്റാസും മാത്രം നമ്മൾ ഒതുങ്ങിപ്പോയോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഇനി നമ്മൾ പറയാനുള്ള ഒരു കാര്യവും നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. ടെക്നിക്കൽ അനാലിസിസിന് ടെക്നിക്കൽ അനാലിസിസ് തന്നെ വേണം, അതുപോലെ ഫണ്ടമെന്റൽ അനാലിസിന് ഫണ്ടമെന്റൽ അനാലിസിസ് തന്നെ വേണം. ഇത് കൂടാതെ ഒരു മാർക്കറ്റ് ഇന്റലിജൻസും വേണം. അതായത് ഈ 3 കാര്യങ്ങളും കൂടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞപ്പോൾ ഉണ്ടത്. നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റേഴ്സിനോട് പറയുന്ന കാര്യം എന്നറിയോ, നിങ്ങളെ സംബന്ധിച്ച് ഈ നിഫ്റ്റിയിൽ 6000, 7000 അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ 6000, 7000 കമ്പനി നിങ്ങൾ മാറ്റിവെക്കുക. പകരം നിങ്ങളുടേതായിട്ടുള്ള ഫണ്ടമെന്റലി സ്ട്രോങ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന, അതിന് ഭാവിയിൽ നന്നായിട്ട് ഒരു ഏർണിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തോന്നുന്ന ഒരു 40-50 കമ്പനിയുടെ വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കുക. അത് നിങ്ങൾക്ക് ഫണ്ടമെന്റലി സ്ട്രോങ് ആണ്. അതായത് ഇപ്പൊ ഡെപ്റ്റ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റുകളെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഒന്നുമല്ല, ഡെപ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള, മാനേജബിൾ ഡെപ്റ്റ് ആണോ എന്നുള്ള അങ്ങനത്തെ കമ്പനികളും ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കമ്പനികളും നിങ്ങൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അത് നിങ്ങളുടെ ഒരു റഡാറായിട്ട് നിങ്ങൾ സൂക്ഷിക്കുക. അതിൽ മാർക്കറ്റ് ഇന്റലിജൻസ് അപ്ലൈ ചെയ്യുക. മാർക്കറ്റ് ഇന്റലിജൻസ് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഈ പറയല്ലേ, ഏഷ്യൻ പെയിന്റ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും ലോവസ്റ്റ് പിയിലാണ് ട്രേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏഷ്യൻ പെയിന്റ്സിന്റെ ചരിത്രത്തിലെ മാർക്കറ്റ് ക്യാപ് ടു സെയിൽസിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്ന് പറയുന്ന മാർക്കറ്റ് ഇന്റലിജൻസ് നമ്മൾ അത് മനസ്സിലാക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ഏഷ്യൻ പെയിന്റ്സ് ആണ് നമ്മുടെ സ്റ്റോക്ക് എന്ന് വിചാരിക്കാം. ഈ ഏഷ്യൻ പെയിന്റ്സ് ഫണ്ടമെന്റലി സ്ട്രോങ് സ്റ്റോക്കാണ്, നമുക്ക് അതിനകത്ത് തർക്കമില്ലല്ലോ. ആ ഏഷ്യൻ പെയിന്റ്സിന്റെ നമ്മളൊരു മാർക്കറ്റ് ഇന്റലിജൻസ് നോക്കുകയാണെങ്കിൽ അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും ലോവസ്റ്റ് പിയിലായിരിക്കും ചിലപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ചരിത്രത്തിൽ നിന്ന് വേണ്ട, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു ചിലപ്പോൾ ലാസ്റ്റ് 5 ഇയേഴ്സിൽ ഏറ്റവും ലോവസ്റ്റ് പിയിലായിരിക്കും കോവിഡിന് ശേഷം അത് ട്രേഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ലോവസ്റ്റ് മാർക്കറ്റ് ക്യാപ് ടു സെയിൽസ്. ഇതൊക്കെ ഒരു ഫണ്ടമെന്റൽ ഡേറ്റാസ് ആണ്, പാരാമീറ്റേഴ്സ് ആണ് പറയുന്നത്. അതൊരു മാർക്കറ്റ് ഇന്റലിജൻസ് ആയിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ആയിട്ട് നമ്മൾ വയ്ക്കുക. അവിടെ നിന്ന് നമ്മൾ ഇതിന്റെ ടെക്നിക്കൽ ചാർട്ട് എപ്പോഴായിരിക്കും ബുള്ളിഷ് ആവുന്നത്, എവിടെയാണ് അത് ട്രേഡ് എടുക്കാൻ പറ്റുന്നത് നോക്കുക. അങ്ങനെ ഈ 3 സ്ട്രാറ്റജിയും കൂടെ മിങ്കിൾ ചെയ്യുന്ന പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്